പ്രിയമുള്ളവരെ, നമ്മുടെ ഉമ്മ നമുക്ക് വേണ്ടിയുള്ള മറയില്ലാത്ത പ്രാർത്ഥനയാണ്. ഒരു സ്ത്രീ ഇസ്മായിൽ എന്നു പേരുള്ള ഒരു മനുഷ്യനെ വിവാഹം കഴിക്കുന്നു. ഇമാം മാലിക്കിന്റെ ശിഷ്യനായിരുന്ന ഇസ്മായിൽ എന്നു പേരുള്ള ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു വലിയ മനുഷ്യൻ. ആ വിവാഹത്തിൽ ഒരു മകൻ ജനിക്കുന്നു, മുഹമ്മദ്. ആ മകന് കണ്ണിന് കാഴ്ചയില്ല. ഉമ്മാക്ക് ആഗ്രഹമുണ്ടായിരുന്നു ആ മകനെ വലിയ പണ്ഡിതനാക്കണം, ആ മകൻ ഇസ്ലാമിക ചരിത്രത്തിലെ ഗ്രന്ഥങ്ങൾ വായിക്കണം. കണ്ണിന് കാഴ്ചയില്ലാത്ത ആ മകനു വേണ്ടി നമസ്കാരപ്പായയിലിരുന്നു കൊണ്ട് ആകാശ കവാടങ്ങൾ തുറന്ന ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ഇമാം ബുഖാരിയുടെ ഉമ്മയുടെ പ്രാർത്ഥന, ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചു. ഇമാം ബുഖാരി റഹ്മഹുള്ളയുടെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടി. നഷ്ടപ്പെട്ട കണ്ണിന്റെ കാഴ്ച തിരിച്ചു നൽകുമാറ് ശക്തിയുള്ളതാണ് ഉമ്മയുടെ പ്രാർത്ഥന. പരീക്ഷയുടെ പ്രതിസന്ധികളുണ്ടോ? ബാക്ക് പേപ്പറുകളുണ്ടോ? പഠനത്തിന്റെ 100 കൂട്ടം പ്രതിസന്ധികൾ നമ്മുടെ മുന്നിലുണ്ടോ? ഉമ്മ ചോദിക്കും, മോനെ എന്താണ് പ്രശ്നം പറ. നമ്മൾ പറയും ഇങ്ങക്കത് അറിയില്ല, ഉമ്മ അങ്ങക്ക് മനസ്സിലാകൂല. അവർക്ക് മനസ്സിലാകണമെന്നില്ല, അവർക്കറിയണമെന്നില്ല, നമ്മൾ പറയുക. പക്ഷേ നമുക്ക് വേണ്ടി ഒരു പ്രാർത്ഥന ആകാശലോകങ്ങളിലേക്ക് ഉയർന്നാൽ, നമ്മുടെ ഉമ്മയുടെ ഒരു പ്രാർത്ഥന നമസ്കാരപ്പായയിൽ നിന്ന് ആകാശലോകങ്ങളിലേക്ക് ഉയർന്നാൽ, പ്രിയമുള്ളവരെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അതിന്റെ അനന്തരഫലങ്ങൾ ഉണ്ടാകും എന്ന തിരിച്ചറിവ് നമുക്ക് വേണം.